ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം. നാം ഈ കാണപ്പെടുന്ന എല്ലാ വസ്തുക്കളും സത്യമാണെന്നാണ് ഇപ്പോഴുള്ള നമ്മുടെ ധാരണ. വാസ്തവത്തിൽ ഈ ജാഗ്രത അവസ്ഥയിൽ കാണപ്പെടുന്ന ഒന്നും തന്നെ നമുക്ക് അനുഭവവേദ്യമാകുമ്പോൾ മാത്രം സത്യവും ഇത് അനുനിമിഷം മാറ്റത്തിന് വിധേയമായതുമാണ്. എന്നും ഇത് ഈ നിലയിൽ അല്ല ഉണ്ടാവുക. നാം ഒരു ദൂരയാത്രയ്ക്ക് പോയി കഴിഞ്ഞ വർഷം ആ സ്ഥലത്ത് കണ്ടതുപോലെയല്ല ഈ വർഷം നാം ചെല്ലുമ്പോൾ അവിടെ അനുഭവമാവുക. ഏത് സ്ഥലത്ത് പോയാലും മാറ്റത്തിന് വിധേയമാണ്. അവയെല്ലാം തന്നെ നാശത്തിനും വിധേയമാണ്. ഓരോ സെക്കൻഡിലും ഒരു ഭാഗം നശിച്ചുകൊണ്ടിരിക്കുമ്പോൾ മറ്റൊരു ഭാഗം പുനരുദ്ധരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇതാണല്ലോ നമ്മുടെ ഈ ശരീരത്തിൻ്റെയും അവസ്ഥ. അങ്ങനെയാണല്ലോ ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം എന്നീ ദശകൾ നമ്മുടെ ശരീരത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അതിനാൽ കണ്ണിനാൽ കാണുന്നതെല്ലാം സത്യമാണെന്നു നാം നന്നിടേണ്ട. കാനൽ ജലം നമ്മൾ കാണുന്നുവെങ്കിലും പാദം നനയ്ക്കില്ല തെല്ലും. ഒരു ഉദാഹരണത്തിലൂടെ ഇത് നമുക്ക് വ്യക്തമാക്കി തരികയാണ്. കാനൽ ജലം എന്ന് പറഞ്ഞാൽ എന്താ? മരുഭൂമിയിൽ കാണുന്ന ജലാശയത്തിനാണ് കാനൽ ജലം എന്ന് പറയുന്നത്. അവിടെ വെള്ളം ഓളം വെട്ടുന്നത് പോലെ ഒരു പ്രത്യേക അകലത്തിൽ നമുക്ക് തോന്നും. പക്ഷേ നാം നടന്ന് ചെല്ലും തോറും അത് അത്രയും ദൂരം അകലത്തിലായിരിക്കും. ഒരിക്കലും ആ കാനൽ ജലത്തെ സ്പർശിക്കാനോ നമുക്കതിൽ നിന്ന് വെള്ളം മോന്തി കുടിക്കാനോ സാധിക്കുകയില്ല. കാരണം അത് വെറും തോന്നൽ മാത്രമാണ്. അവിടെ ജലം എന്ന പ്രതിഭാസമേ ഇല്ല. അതുപോലെയാണ് കണ്ണിനാൽ കാണുന്നതെല്ലാം. സത്യമായതെന്തോ അതിനെ കാണാൻ ഈ കണ്ണിന് കഴിയുകയില്ല. എന്നാൽ കാണപ്പെടുന്നവയെല്ലാം മാറ്റത്തിന് വിധേയവുമാണ്. കണ്ണിനാൽ കാണുന്നതെല്ലാം സത്യമാണെന്നു നന്നിടേണ്ട. നമ്മൾ വിശ്വസിക്കേണ്ട, ഉറപ്പിക്കേണ്ട ഇതെല്ലാം സത്യമാണ് എന്ന് നാം ഉറപ്പിക്കരുത്. കാനൽ ജലം നമ്മൾ കാണുന്നുവെങ്കിലും, മരുഭൂമിയിലെ ജലാശയം നമ്മൾ കാണുന്നുണ്ടെങ്കിലും നമ്മളെ പാദം നനയ്ക്കാനോ ഒരു തുള്ളി വെള്ളമെടുത്ത് മോന്തി കുടിക്കാനോ അവിടെ ഇല്ല. ആ ജലം നമുക്ക് സ്പർശിക്കാൻ പോലും സാധിക്കുകയില്ല. അപ്രകാരമാണ് ഈ ലോക വസ്തുക്കളിൽ നിന്ന് കിട്ടുന്ന സുഖവും. വസ്തുക്കളിൽ നിന്ന് സുഖം കിട്ടും എന്ന് വിചാരിച്ചാണ് നാം ഈ വസ്തുക്കളെല്ലാം സംഭരിക്കുന്നത്. അതെത്ര സംഭരിച്ചു വെച്ചാലും, അതിമനോഹരമായ വീടുണ്ടാക്കിയാലും, അതുപോലെ കോടിക്കണക്കിലെ ബാങ്ക് ബാലൻസുകൾ നേടിയാലും നമുക്ക് ആ വീട് പണിയുമ്പോൾ നമുക്കൊരു സന്തോഷമുണ്ടാകും. ഗൃഹപ്രവേശനത്തിനൊരു സന്തോഷവും തോന്നും. ഞാൻ ഇത്രയും വലിയ വീടിൻ്റെ ഉടമസ്ഥനാണല്ലോ എന്ന് അഹങ്കരിക്കുകയും ചെയ്യും. വാസ്തവത്തിൽ ആ വീട്ടിൽ ഒരു മാസക്കാലം താമസിക്കുമ്പോഴേക്കും ആ സന്തോഷം ഇല്ലാതെയാകും. പിന്നെ അതിൽ പോരായ്മകൾ കാണുന്നു. അടുക്കള അവിടെയായിരുന്നില്ല വേണ്ടത്, സിറ്റ് ഔട്ടിൻ്റെ സ്ഥാനം ഇതായിരുന്നില്ല, അത് കുറച്ചുകൂടെ വലുതാക്കാമായിരുന്നു, വലിയതാണെങ്കിൽ തോന്നും കുറച്ചുകൂടെ ചെറുതാക്കാമായിരുന്നു. ഇങ്ങനെ നമുക്ക് ആ ഉള്ള അവസ്ഥ മാറ്റിയാലേ സുഖമുള്ളൂ എന്ന് തോന്നും. പിന്നെ വലിയ വീടാണെങ്കിൽ അതടിച്ച് വൃത്തിയാക്കാൻ അതിലേറെപ്പാട്. അപ്പോൾ തോന്നും ഇത്രയും വലുപ്പം ഇതിന് വേണ്ടിയിരുന്നില്ല എന്ന്. എന്നാൽ കുറച്ച് ചെറുതായി പോയാലോ അതിൽ നിൽക്കുമ്പോൾ എപ്പോഴും പരിഭവമായിരിക്കും. അയ്യോ, വീടിൻ്റെ മുറിക്കാണെങ്കിൽ നിന്ന് തിരിയാൻ സ്ഥലമില്ല,
കുറച്ചുകൂടെ വലുതാക്കാമായിരുന്നു. വീട്ടുകാരനെ എന്നും പഴിക്കും. ഈ ചെറിയ വീടിനുള്ളിൽ നിന്ന് തിരിയാൻ സ്ഥലമില്ലാത്തയിടത്ത് ഞാൻ എങ്ങനെയാണ് പണിയെടുക്കുന്നത് എന്ന് പറയും. എന്നാൽ ഒരിക്കലും നമുക്ക് ആ വസ്തുക്കുള്ളതിൽ സംതൃപ്തി ഉണ്ടാവുകയില്ല. വലുപ്പമേറിയാൽ അതും കുറ്റമാണ്. ഇത്രയും വലിയ വീടായിട്ട് ഒന്ന് അടിച്ചു കോരി എത്തുകയില്ല. ഏറിയാലും കുറ്റം, കുറഞ്ഞാലും കുറ്റം, പാകമായാൽ അതിലേറെ കുറ്റം. അതിലേതെങ്കിലും ഒരു കുറ്റം നമ്മൾ കണ്ടെത്തും. ഇതാണ് മനസ്സിൻ്റെ സ്വഭാവം. അപ്പോൾ സുഖത്തിൻ്റെ ഉറവിടം മനസ്സിൻ്റെ സ്വസ്ഥതയാണ് എന്ന സത്യം നമ്മൾ ബോധിക്കാതെ അത് വസ്തുക്കളിൽ ആരോപിക്കുകയാണ് ചെയ്യുന്നത്. വസ്തുക്കളാണ് സുഖദായകം എന്ന് നാം ധരിച്ചു വെച്ചതാണ് നമുക്കുള്ള ഏറ്റവും വലിയ അബദ്ധം. അതിനാൽ നാം ഈ കാണപ്പെടുന്നതൊന്നും നമുക്ക് യഥാർത്ഥമായ സുഖത്തെ തരാൻ കഴിയില്ല എന്ന് ബോധിക്കുകയും നമ്മുടെ മനസ്സ് ഇതിലൂടെയെല്ലാം പരതുന്നതിൽ നിന്നും അതിൻ്റെ സ്വസ്ഥാനത്തേക്കൊന്ന് തിരിഞ്ഞു പോയാൽ പരമമായ സുഖത്തിൻ്റെ ഉടമ അല്ലെങ്കിൽ പരമമായ സുഖത്തിൻ്റെ ഉറവിടം എന്താണ് എന്ന് നമുക്ക് ബോധ്യമാകും. ആ ഉറവിടത്തിലേക്ക് മനസ്സ് എത്തിക്കഴിഞ്ഞാൽ പരമമായ സുഖമായിരിക്കും നമുക്കുണ്ടാവുക. ആ സുഖമാണ് നാം ആഗ്രഹിക്കുന്നത്. അത് വസ്തുക്കളിലാണ് നാം ഇപ്പോൾ പ്രതീക്ഷിച്ചത്. നമ്മുടെ തെറ്റിദ്ധാരണ നീക്കി നാം മനസ്വസ്ഥതയ്ക്കായി പരിശ്രമിക്കുമ്പോൾ യഥാർത്ഥ സുഖം കൈവരിക്കാൻ നമുക്കെല്ലാവർക്കും സാധിക്കുന്നതാണ്. അതിനാണ് ഈ മർത്യദേഹത്തിൽ ഇരുന്നു കൊണ്ട് മാത്രമേ അത് നേടാനും അനുഭവിക്കാനും നമുക്ക് സാധിക്കുകയുള്ളൂ. കണ്ണിനാൽ കാണുന്നതെല്ലാം സത്യമാണെന്നു നാം നന്നിടേണ്ട. കാനൽ ജലം നമ്മൾ കാണുന്നുവെങ്കിലും പാദം നനയ്ക്കില്ല തെല്ലും.